പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവോ? എന്തായിരുന്നു ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകൾ? എന്തായാലും കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ബി.ജെ.പിക്ക് ഒരു നല്ല പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ പാലക്കാട് മണ്ഡലത്തിന് സുപരിചിതനായ ഓരോ വ്യക്തികൾക്കും ഓരോ മുക്കും മൂലയും വളരെ നേരത്തെ അറിയാവുന്ന അവിടുത്തെ ആളുകൾക്കും തിരിച്ചറിയാം, കൃഷ്ണകുമാറിനും ഓരോ ഏരിയകൾ തിരിച്ചറിയാം. അങ്ങനെ സ്ഥാനാർത്ഥിക്കും വോട്ടർമാർക്കും പരസ്പരം എല്ലാ മുക്കും മൂലയും അറിയാമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ ബി.ജെ.പി അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ 2021 വ്യക്തിപ്രഭാവത്തിൽ ശ്രീധരനുണ്ടാക്കിയ നേട്ടം കൊയ്യാൻ കൃഷ്ണകുമാരനായില്ല എന്നത് പരമാർത്ഥമായി നിലനിൽക്കുന്നു. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ 50,220 വോട്ടുകൾ പിടിച്ച സ്ഥാനത്ത് സി കൃഷ്ണകുമാറിന് കിട്ടിയതാകെ വെറും 40,000-ഓളം വോട്ടുകൾ മാത്രമാണ്. ബി.ജെ.പി സംസ്ഥാന സമിതി അംഗവും പാലക്കാട് ജില്ലക്കാരൻ കൂടിയായ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതും ബി.ജെ.പിക്ക് തിരിച്ചടിയാക്കി എന്നത് ഇവിടെ നമുക്ക് അനുമാനിക്കാൻ. ആ ഒരു അവകാശവാദം ഒരുപക്ഷെ സന്ദീപ് വാര്യറും കൂടെ നിൽക്കുന്നവരും ഉന്നയിച്ചേക്കാം. സരിനിലൂടെ ബി.ജെ.പിയുടെയും യു.ഡി.എഫിന്റെയും വോട്ട് ഭിന്നിപ്പിക്കാമെന്ന എൽ.ഡി.എഫ് കണക്കുകൂട്ടലും പാടെ പിഴച്ചിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. കഴിഞ്ഞ 2 തവണയും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട എൽ.ഡി.എഫിന് ഇത്തവണ മണ്ഡലത്തിൽ ജീവവായു കിട്ടിയില്ല എന്നത് സത്യം തന്നെയാണ്. 3ാം തവണയും പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. അതായത് 3ാം സ്ഥാനത്ത് ഹാട്രിക് സ്ഥാനം നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. 850 വോട്ടാണ് അധികമായി പിടിക്കാൻ ഈ സരിൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ നിന്നും അടർത്തിക്കൊണ്ട് വന്നിട്ടും കഴിഞ്ഞത് എന്നത് ഇവിടെ കാണേണ്ടത് തന്നെയാണ്. അതായത് കോൺഗ്രസിൽ നിന്നും സരിനെ ഒപ്പം കൂട്ടിയ ഇടതിൻ്റെ മറുതന്ത്രവും ഫലം കാണാതെ പോയതോടെ മണ്ഡലം തുടർച്ചയായ 4ാം തവണയും യു.ഡി.എഫിനൊപ്പം തന്നെ നിലയുറച്ചു എന്നാണ് കാണേണ്ടത്. മണ്ഡലത്തിൽ ബി.ജെ.പിയിൽ തലയെടുപ്പുള്ളവർ സ്ഥാനാർത്ഥികളായി വരുമ്പോഴൊക്കെ വോട്ട് വിഹിതം വലിയ തോതിൽ കൂടാറുണ്ട്. രാജ്യത്ത് ബി.ജെ.പി ചുടർപ്പിച്ചു തുടങ്ങിയ ഈ കാലഘട്ടത്തിലും അതിന് 4-5 പതിറ്റാണ്ടുകൾക്ക് മുമ്പും 1970 അന്നത്തെ ജനസംഘം സ്ഥാനാർത്ഥിയായ ഒ രാജഗോപാലിന് 27.42% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. നോക്കുക, വളരെ മുമ്പാണ്. 27.5% വോട്ട് നേടാൻ ഒ രാജഗോപാലിന് കഴിഞ്ഞു. പാലക്കാട് CPM സ്ഥാനാർത്ഥി ആർ കൃഷ്ണനാണ് അന്ന് ജയിച്ചത്. എന്നിട്ടും അന്ന് CPMന് നഷ്ടമായത് തൊട്ട് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ പിടിച്ച 14% വോട്ടാണ്. ബി.ജെ.പി കൂടിയത് 17% വോട്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ നേടിയതിൽ കൂടുതൽ വോട്ട് വിഹിതം പിന്നെ ആ മുന്നണി നേടുന്നത് 2016 ശോഭാ സുരേന്ദ്രനിലൂടെയാണ്. 2006 രാജഗോപാൽ പാലക്കാട്ടെ അദ്ദേഹത്തിൻ്റെ 4ാം അംഗത്തിൽ നേടിയത് 24.84% വോട്ടാണ്. പക്ഷേ അന്ന് CPMനേക്കാൾ നഷ്ടം സംഭവിച്ചത് കോൺഗ്രസിനാണ്. എന്നാൽ M.E. ഗോപിനാഥൻ എന്ന കോൺഗ്രസ്സുകാരനായി മത്സരിച്ചപ്പോൾ കുറഞ്ഞത് മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ 13% വോട്ടാണ്, CPMന് 1%. എന്നാൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച 2016 ബി.ജെ.പിക്ക് 10% വോട്ട് കൂടിയപ്പോൾ എൽ.ഡി.എഫിന് കുറഞ്ഞത് 7%. കോൺഗ്രസിന് 7%. 2021 മെട്രോമാൻ മത്സരിച്ചപ്പോൾ എൽ.ഡി.എഫിന് കുറഞ്ഞത് 3%, യു.ഡി.എഫിന് 3%. ചുരുക്കി പറഞ്ഞാൽ NDAക്ക് വോട്ട് വിഹിതം കൂടുമ്പോൾ പലപ്പോഴും നഷ്ടം എൽ.ഡി.എഫിനാണ് എന്നത് കാണേണ്ടത് തന്നെയാണ്.